ഇതെന്റെ നീസാണ്, ഇതെന്റെ നെഫ്യൂ ആണ്, ഇതെന്റെ കസിൻ ആണ്. ഓക്കെ, അപ്പൊ മൂന്ന് പേരും ഞാനും തമ്മിലുള്ള ബന്ധം മൂന്നാണ്. അപ്പൊ നീസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഇപ്പൊ ചില ആളുകൾ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് ഇതെന്റെ നീസാണ്, ഇതെന്റെ നെഫ്യൂ എന്ന് പറയുമ്പോൾ അതെന്താണ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നീസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്റെ സിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, എന്റെ കൂടെപ്പിറപ്പ്, എന്റെ ബ്രദറോ സിസ്റ്ററോ, അവരുടെ ആൺകുട്ടിയെ ആണ് ഞാൻ നെഫ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്റെ ബ്രദർ സിസ്റ്റർ അവരുടെ പെൺകുട്ടിയെ ഞാൻ നീസ് എന്ന് പറയും. അപ്പൊ ഇതെന്റെ നീസാണ്, എന്റെ ബ്രദറിന്റെ ഇതെന്റെ ബ്രദറിന്റെ മോളാണ്, അപ്പൊ ഇതെന്റെ നീസ്. ഓക്കെ, ഇതെന്റെ ബ്രദറിന്റെ മോനാണ്, അപ്പൊ ഇവൻ എന്റെ നെഫ്യൂ ആണ്. അപ്പൊ കസിൻ എന്ന് പറഞ്ഞാൽ എന്താ, കസിൻ എന്ന് പറഞ്ഞാല് ഇനി കസിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് നമ്മുടെ ഇപ്പോ എന്റെ മദറിന്റെ ബ്രദർ സിസ്റ്റർ അവരുടെ മക്കളാണ് കസിൻ, അല്ലെങ്കിൽ എന്റെ ഫാദറിന്റെ ബ്രദർ സിസ്റ്റർ അവരുടെ മക്കളെയാണ് നമ്മൾ കസിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ നീസ് എന്താ പഠിച്ചു, നെഫ്യൂ എന്താ പഠിച്ചു, കസിൻ എന്താ പഠിച്ചു. ഇനി ഇത് കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അപ്പൊ ഇത് പുതിയൊരു അറിവാണെങ്കിൽ ഇവിടെ നിങ്ങൾ കോമെന്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.